കരുതാനും മറക്കരുത്. എന്നാണെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക എന്ന് മാത്രം ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞാൻ രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക് പോവുകയാണ്. രഞ്ജിത്ത്, നമ്മൾ അവിടെ രഞ്ജിത്ത് രാമചന്ദ്രൻ അവിടെ പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോകളുടെ മുന്നിൽ നിന്നും രഞ്ജിത്ത് ചേരും. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് കിടക്കുകയാണ്. ഓവർ ടു യു. എൽദോ, തീർച്ചയായും 80% ഇത്തവണ പോളിംഗ് കടക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയൊക്കെ അവകാശവാദം അങ്ങനെയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം 77.36 ആയിരുന്നു സംസ്ഥാനത്ത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ്. വാശിയേറിയ പ്രചരണത്തിന് ശേഷം 80% കടക്കുമോ എന്ന് കാത്തിരുന്നു കാണണം. രാവിലെ മുതൽ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും കോഴിക്കോട്ട് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വോട്ടർമാരുടെ വലിയ ക്യൂ ഇപ്പോൾ തന്നെ രൂപപ്പെട്ട പശ്ചാത്തലമുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ബൂത്തുകളിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഏതായാലും വാശിയേറിയ പ്രചാരണ പ്രവർത്തനത്തിന് ശേഷം ജനം ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. രാവിലെ വളരെയധികം തിരക്കുണ്ട് ഈ ബൂത്തുകളിൽ എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നേതാക്കളെ നമുക്ക് കാണാം. തോമസ് ഐസക് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി, സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി രാവിലെ എത്തിയിട്ടുണ്ട്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും അവിടെ എത്തി തൻ്റെ ബൂത്തിലെത്തി പോളിംഗ് രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ, നേതാക്കൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ കേരളം ബൂത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. രാവിലെ 7 മണി മുതൽ ഏതാനും നിമിഷങ്ങൾക്കകം പോളിംഗ് ആരംഭിക്കും. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. കോഴിക്കോട്ടും മലപ്പുറത്തും പത്തനംതിട്ടയിലും മാത്രം ചില ബൂത്തുകളിൽ രാവിലെ മോക്ക് പോളിംഗ് സമയത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ തടസ്സപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാം ഘട്ടത്തിൽ നമുക്കറിയാം 9 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടക്കുക. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് 77.67% പോളിംഗ്. ഇത്തവണ 194 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 2.77 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. 6,49,833 കന്നി വോട്ടർമാർ തങ്ങളുടെ വോട്ട് ആദ്യമായി രേഖപ്പെടുത്തും. ആകെ ബൂത്തുകൾ 20,177 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ 188. 30,238 ബാലറ്റ് യൂണിറ്റുകൾ വോട്ടർമാർക്കായി സജ്ജമാണ്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടമാണ് രാജ്യത്ത്. ആദ്യഘട്ടത്തിൽ 63% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. അത് കടന്നുള്ള ഒരു പോളിംഗ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംസ്ഥാനം ഇപ്പോൾ കാണുന്നത് ജി സുകുമാരൻ നായർ, NSS ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ തവണ നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ 2019 അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ശബരിമലയുടെയൊക്കെ സമയത്ത് അതൊക്കെ ശ്രദ്ധേയമായ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം അതിനുശേഷം സ്വാഭാവികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കും. തോമസ് ഐസക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാകും. സംസ്ഥാനത്ത് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കൾ ആദ്യം തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി കാണാം. സംസ്ഥാനത്ത് പോളിംഗ് ആരംഭിച്ചു. കേരളം കാത്തിരിക്കുന്ന വിധിയെഴുത്ത്. അതിനായി ജനങ്ങളിതാ ബൂത്തുകളിലേക്ക്, തങ്ങളുടെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ രൂപപ്പെട്ടു കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമാണ്. രാവിലെ സാധാരണ പല സ്ഥലങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ രാവിലെ തന്നെ ഒരു പക്ഷേ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തി തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയേക്കാം. തോമസ് ഐസക് വോട്ട് രേഖപ്പെടുത്തുന്നു. ദൃശ്യങ്ങൾ നമുക്കത് കാണാം. അങ്ങനെ സംസ്ഥാനത്ത് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട 3 മുന്നണികൾ. ഷാഫി പറമ്പിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥിയും വോട്ട് രേഖപ്പെടുത്തുന്നു. ഷാഫി രാവിലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്യാനായി എത്തുന്നു. അദ്ദേഹവും വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാം. സാദിഖലി തങ്ങൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. സംസ്ഥാനത്ത് പോളിംഗ് ആരംഭിച്ചു. സംസ്ഥാനം കാത്തിരുന്ന 80% കടക്കുമെന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പോളിംഗ് നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. തോമസ് ഐസക് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. ഹൈദരലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. ഈ പുറത്തു വരുന്ന നേതാക്കൾ സ്വാഭാവികമായും അല്പം മാറി നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കും. അവർ തങ്ങളുടെ ആത്മവിശ്വാസം പങ്കുവെക്കും. അതിലേക്ക് കൂടി കടക്കണം. തോമസ് ഐസക് പുറത്തേക്ക് വരുന്നു. ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.
രാവിലെ 5:30 മണിക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. മോക്ക് പോളിംഗിൽ ചില ഇടങ്ങളിൽ മലപ്പുറത്ത്, കോഴിക്കോട്ട്, ഒപ്പം പത്തനംതിട്ടയിൽ ചില ബൂത്തുകളിൽ മാത്രം ചില പ്രശ്നങ്ങൾ കണ്ടതൊഴിച്ചാൽ ഏതാണ്ട് മോക്ക് പോളിംഗ് കാര്യമായി തന്നെ 90% മുകളിൽ പൂർത്തിയാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. രാവിലെ തന്നെ ബൂത്തുകളിൽ നീണ്ട നിര പല ബൂത്തുകളിലും അനുഭവപ്പെടുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നമ്മൾ രാവിലെ മുതൽ തന്നെ കണ്ടതാണ്. കേരളമല്ലാതെ 20 പി കെ കുഞ്ഞാലിക്കുട്ടിയും വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങൾ കാണാം. നമുക്കറിയാം കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്കൊപ്പം 68 മണ്ഡലങ്ങൾ, 12 സംസ്ഥാനങ്ങളിലെ 68 മണ്ഡലങ്ങളിലും ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. കേരളം, കർണാടകം, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, UP, മധ്യപ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ബംഗാൾ, മണിപ്പൂർ, ത്രിപുര, ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇന്ന് നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹം മടങ്ങുകയാണ്. വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം ബൂത്തിന് പുറത്തേക്ക് വരുന്നു. തോമസ് ഐസക് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തി. അദ്ദേഹം പുറത്തേക്ക് വരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് രേഖപ്പെടുത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളിലും പോളിംഗ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുവരെ അങ്ങനെ തടസ്സപ്പെട്ടതായി എങ്ങനെയുള്ള വിവരങ്ങൾ തൽക്കാലം പുറത്തു വരുന്നില്ല. നമുക്കറിയാം 8ഓളം ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് അടക്കം ഏർപ്പെടുത്തിയാണ് ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത്. അതീവ സുരക്ഷാ മണ്ഡലങ്ങൾ അടക്കം. തോമസ് ഐസക് സംസാരിക്കുന്നു. ഹലോ 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 ആദ്യം വോട്ടറായിട്ട് തന്നെ വോട്ട് ചെയ്തു. ആദ്യം തന്നെ കേരളത്തിൽ ഉടനീളമുള്ള കാര്യങ്ങൾ ചോദിക്കാം. എത്രത്തോളം പ്രതീക്ഷ ഇടതുമുന്നണിക്ക് മൊത്തത്തിൽ 20 മണ്ഡലങ്ങളിലായിട്ട്? 2004 വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേടും. പത്തനംതിട്ടയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു 1.5 മാസം നീണ്ടുനിന്ന പ്രചരണമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. ഉറപ്പായും വിജയിക്കും. പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ അങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല. പത്തനംതിട്ടയിൽ ഒരു ത്രികോണ മത്സരമുണ്ട്. ത്രികോണമില്ല. UDF-ഉം LDF-ഉം തമ്മിലാണ് പത്തനംതിട്ട മത്സരം. NDA സ്ഥാനാർത്ഥി ഡിസ്റ്റന്റ് തേർഡാണ്. രാവിലെ തന്നെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി. എനിക്ക് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണം എന്നാണ്. കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്നൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെയിറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാരുണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിശബ്ദമായൊരു തരംഗം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവാണ് ഇന്ത്യ മുന്നണി എന്നുള്ളൊരു ധാരണ കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ താരതമ്യം ഉണ്ടാകും എന്നുകൂടി കരുതുകയാണ്. കേരളത്തിൽ 20-ൽ 20 സീറ്റും ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം. ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിച്ചത് കേരളത്തിലെ UDF ആണ്. ആ അജണ്ടയിൽ UDF തീരുമാനിച്ച അജണ്ടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നിർത്താൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി കൂടി ഞങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ട്. ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുകയും അതെല്ലാം ഒരു പ്രസക്തിയില്ലാതായി മാറുകയും ചെയ്യുന്ന കാര്യം കൂടി കണ്ടു. കേരളത്തിലെ അപ്രസക്തരായ ചില ആളുകൾ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ BJPയിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ച് അട്ടഹസിച്ച ആളാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉള്ള പല CPM ഇടതുമുന്നണി നേതാക്കളും. തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ കണ്ടത് LDFിൻ്റെ കൺവീനർ തന്നെ BJP